Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. സുഖാണോ? നമ്മുടെ ക്ലാസ് ഒക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കണല്ലേ? അല്ലേ? വിഷമണ്ട. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് അല്ലെ തീരാറായിട്ടുണ്ടല്ലേ? Good afternoon. ഫുഡ് കഴിച്ചു എല്ലാവരും? ഇതൊക്കെ കഴിച്ചോ? സ്റ്റുഡൻസിനൊക്കെ PG ക്ലാസ്സിൽ കാണാൻ പറ്റും മിസ്സുമാരെ. ഇനിയിപ്പോ ഡിപ്ലോമക്കാർക്കാണ് ഒരു വിഷമം വരുന്നത് അല്ലെ? ക്ലാസ് ഒക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അല്ലെ? രണ്ടാഴ്ച കഴിയുമ്പോൾ ക്ലാസ് ഒക്കെ തീരും. അപ്പോ ഒന്നരാന്ന് പറയുന്നത് ഒരു അല്ലെ നിങ്ങൾക്കൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിഷമാണല്ലേ? ഒന്നരയ്ക്ക് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരിക്കും ക്ലാസ് കേൾക്കാനായിട്ട് അല്ലെ? നമുക്കൊരു എന്താ പറയാ പിന്നീട് അതൊരു ഭയങ്കര ഒരു വിഷമായിരിക്കും കുറച്ച് ദിവസത്തേക്കൊക്കെ. അപ്പൊ റിവിഷൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അത് പഠിക്കാൻ അതുപോലെ തന്നെ റിവിഷൻ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തോണ്ടേയിരിക്കാം കേട്ടോ. ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, കുട്ടികൾക്ക് എന്തെന്ന് അറിയാം. എന്നിരുന്നാൽ കൂടി അവരെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ചിലപ്പോ 1 മണിക്കൂറായിരിക്കാം, അരമണിക്കൂറായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത്. ഒഴിവ് നേരങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ബാക്കി വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ലെക്ചേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് ആയിരുന്നു. അതിൽ സൊസൈറ്റി നമ്മൾ പറഞ്ഞു നിർത്തിയില്ലേ? ഇല്ലേ? അത് കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എംപ്ലോയീസ്. എംപ്ലോയീസിന് കളക്റ്റീവ് ബാർഗെയിനിങ് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, എംപ്ലോയീസ് സെക്കൻഡ് പോയിന്റ് ആണ്. എംപ്ലോയീസിന് കളക്റ്റീവ് ബാർഗെയിനിങ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് ഇമ്പോർട്ടന്റ് ടു എംപ്ലോയീസ് ഇൻ ഫോളോയിങ് വേസ്. ഫസ്റ്റ് പോയിന്റ്, the employees are utilized with the feeling of responsibility towards their work and have high self-esteem as a result of collective bargaining. എന്താണ് അവിടെ പറയുന്നത്? ജീവനക്കാർക്ക് ജോലി ചെയ്യാനായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തം, അവർക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ആ ഉത്തരവാദിത്തം അതുപോലെ തന്നെ ആത്മവിശ്വാസം അല്ലെ, കോൺഫിഡൻസ് ഒക്കെ എന്താണ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ കളക്റ്റീവ് ബാർഗെയിനിങ് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യങ്ങള് നമുക്ക് ഒത്തുചേർന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടാണ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ ഈ വിലപേശലിലൂടെ നമ്മള് ഇതാക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പറയുന്നത് എന്താണ്, നമ്മൾ ചർച്ചകൾ നടത്തി നല്ല രീതിയിൽ എംപ്ലോയീസിന് നല്ല രീതിയിൽ ഒരു എന്താ പറയാ, അപ്പോ സാലറിയുടെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ ഒത്തുതീർപ്പാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, as the bargaining capacity of the group increases, it make the workers more powerful. അതുപോലെ തന്നെ എന്താണ്, ഈ കൂട്ടായിട്ടുള്ള നമ്മള് ചർച്ചകൾ ചെയ്യുന്നതിലൂടെ അവർക്ക് എന്താണ് ഒരു ബാർഗെയിനിങ് പവർ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ തൊഴിലാളികളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ കൂടുതൽ ശക്തരാക്കാനായിട്ട് ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ സാധ്യതയുണ്ട്. പിന്നെ എന്താണ്, എംപ്ലോയീസ് become more efficient and have greater enthusiasm
towards the work. എന്താണ് enthusiasm എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ enthusiastic അല്ലെങ്കിൽ enthusiasm? enthusiasm എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് അതിന്റെ മീനിങ്? enthusiasm. ഓക്കെ, ഉത്സാഹം, ആവേശം എന്നൊക്കെ പറയാം അല്ലെ. ഓക്കെ, ഇപ്പൊ എന്താണ് ആ പോയിന്റിൽ പറയുന്നത്? ജീവനക്കാര് കൂടുതൽ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യാനായിട്ട് സഹായിക്കുകയും അവരുടെ ഉത്സാഹം വർദ്ധിപ്പിക്കാനായിട്ട്, ഉത്സാഹത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? keep a check on random decisions of the management which affect the employees. Okay, അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? We said the decisions of the management are also discouraged. എന്താണ് ആ പോയിന്റിൽ പറയുന്നത്? മാനേജ്മെന്റിന്റെ അന്യായവും ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കലിനെ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു അല്ലെ, ഇപ്പോ മാനേജ്മെന്റ് പറയുന്നത് മാത്രമാണ് അവിടെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാനേജ്മെന്റ് പറയുന്ന നിയമങ്ങളും റൂൾസുകളായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയാണോ? അല്ല, കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ രണ്ടുപേർക്കും, എംപ്ലോയർ ആയാലും എംപ്ലോയീസ് ആയാലും, അവർക്ക് ഒരു എന്താണ് യോജിച്ച രീതിയിൽ രണ്ടുപേരെയും നമ്മൾ ഒരുമിപ്പിച്ച് ഒരു റിലേഷൻഷിപ്പിലൂടെ കൊണ്ടുപോകാനായിട്ട് കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. ഇനി എന്താണ്? The trade union movement becomes stronger with the increasing support of employees. നമുക്കറിയാം അല്ലെ, എന്താണ് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നാണ്? ആർക്ക് വേണ്ടിയാ ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്നത്? വെരി ഗുഡ്, എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നത് അല്ലെ. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ എന്താണ്? തൊഴിലാളികളെ യൂണിയൻ കൂടുതൽ ശക്തമാക്കാനായിട്ട് അല്ലെ, ശക്തമാക്കുന്നുണ്ട്. കാരണം ജീവനക്കാരുടെ പിന്തുണ വർദ്ധിക്കുന്നുണ്ട് അല്ലെ. ഇതുപോലെ തന്നെ നമുക്ക് ജീവനക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പിന്തുണച്ചു കൊണ്ടുപോകാനായിട്ട് ട്രേഡ് യൂണിയനുകള് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കളക്റ്റീവ് ബാർഗൈനിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെ, നല്ല രീതിയിൽ ട്രേഡ് യൂണിയൻസുകൾ വഴി കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Make the management accessible for workers to share their concerns and negotiate on relevant issues for their benefit. അതുപോലെ തന്നെ ജീവനക്കാർക്ക് കൺസേൺസ് എന്നുണ്ടെങ്കിൽ അവരുടെ ആശങ്കകള് ഒക്കെ, ജീവനക്കാർക്ക് ഇപ്പൊ എന്തെങ്കിലും അവരുടെ പ്രശ്നങ്ങള് മാനേജ്മെന്റുമായിട്ട് ചർച്ചകൾ നടത്തി അവരുടെ അവകാശങ്ങളായാലും അവരുടെ അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ, അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഓരോ കമ്പനീസിൽ നിന്നും അവർക്ക് എന്താ പറയാ, എംപ്ലോയീസിന് കുറെ അവകാശങ്ങൾ ഉണ്ടാവും അല്ലെ. അവരുടെ അവകാശങ്ങൾ അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ ആനുകൂല്യങ്ങളും നേടാനായിട്ട് അവസരം ഇതിലൂടെ ലഭിക്കുന്നുണ്ട്, കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ ലഭ്യമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാനേജ്മെന്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് ചർച്ചകൾ നടത്തി അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ട്രേഡ് യൂണിയൻസ് ഒക്കെ വഴി എന്താണ്, ഇപ്പൊ സാലറിയുടെ പ്രശ്നങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ ഒരു മാനേജ്മെന്റിന്റെ എന്താ പറയാ വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വർക്കിംഗ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ സാലറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ബോണസുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ കൊടുക്കുന്നില്ല, കുറവാണ് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പലർക്കും പല രീതിയിൽ അഫക്ട് ചെയ്തേക്കാം വർക്കേഴ്സിനെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആശങ്കകൾ, അവരുടെ ആനുകൂല്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ്മെന്റുമായിട്ട് ചർച്ചകൾ നടത്തി അത് നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. കളക്റ്റീവ് ബാർഗൈനിങ് ഹെൽപ്സ് in addressing the grievances of our workers in a timely manner. As the result, chances of conflict arising from wages and employment condition, economic and technological advancement in the industry are minimized. അതായത് അവിടെ പറയുന്നത് എന്താണ്? തൊഴിലാളികളുടെ പരാതികളൊക്കെ ഉണ്ടാവും അല്ലെ, ഗ്രീവൻസസ് അല്ലെ, പരാതികൾ പരിഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും അല്ലെ. അവരുടെ പരാതികള്
ടൈംലി മാനറിൽ അല്ലെ സമയബന്ധിതമായിട്ട് പരിഹരിക്കാനായിട്ട് കൂട്ടായ ചർച്ചകളിലൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇതിലൂടെ എന്താണ് ഇപ്പൊ എന്തെങ്കിലും പരാതികള് ഇപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവാം ഇങ്ങനെ പരാതികള് എംപ്ലോയീസിന് ഉണ്ടാകുന്നത്, പേജസ് അല്ലെ, ശമ്പളം, അതുപോലെ തന്നെ ജോലി സാഹചര്യങ്ങള് അല്ലെ, എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ്, സാമ്പത്തിക എക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അല്ലെ, സാമ്പത്തിക സാങ്കേതിക പുരോഗതി, സാമ്പത്തിക മാറ്റങ്ങള് എന്നിവ മൂലം ഉണ്ടാകുന്ന തർക്കങ്ങള് മിനിമൈസ് ചെയ്യാനായിട്ട് കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നോക്കിയേ, എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട എംപ്ലോയീസിന് കൊടുക്കുന്ന അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ബെനഫിറ്റ് ആണ് അവിടെ പറയുന്നത് അല്ലെ. കളക്റ്റീവ് ബാർഗൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എംപ്ലോയീസിന് ലഭിക്കുന്ന ബെനഫിറ്റുകൾ എന്തൊക്കെയാണ്, അതാണ് ആ പോയിന്റ് വൈസ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അയച്ചു നോക്കാം കേട്ടോ. അയച്ചു കഴിഞ്ഞവര് നെക്സ്റ്റ് എംപ്ലോയേഴ്സിന്റെ കാര്യങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. അയച്ചു കഴിഞ്ഞവര് മാത്രം. Second point, no. Okay. Third point, Adam. Okay. The employees become more efficient and have a greater enthusiasm towards. അതായത് പറയുന്നത് ജീവനക്കാർ കൂടുതൽ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യുകയും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്.
നമുക്കറിയാം കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ എന്താണ് അവർക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ മാനേജ്മെന്റിനോട് പറഞ്ഞ് ചർച്ചകൾ നടത്തി നേടിയെടുക്കുന്നത് അല്ലെ. അങ്ങനെ അവർക്ക് നേടിയെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവര് കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കും. അവരുടെ ജോലി അവര് നല്ല രീതിയിൽ സന്തോഷത്തോടെ ചെയ്യും അല്ലെ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നിങ്ങൾക്ക് നല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്, നല്ലൊരു ഹാപ്പിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ പോകാനായിട്ട്. സന്തോഷത്തോടെ പോവുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റും അല്ലെ. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് അവർ തരുന്നുണ്ട്, ആനുകൂല്യങ്ങളായാലും ശമ്പളങ്ങളായാലും. അപ്പൊ എന്താണ് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഹാപ്പി ആയിരിക്കും. അവർ തരുന്ന വർക്കുകൾ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നല്ല ഉത്സാഹത്തോടെ നിങ്ങൾ ചെയ്യില്ലേ. അത് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റിന്റെ അന്യായവും ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. കാരണം ഇപ്പം മാനേജ്മെന്റ് ചിലപ്പോ അവരെന്താണ് നമ്മൾ ചർച്ചകൾ നടത്തുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് അത് നമ്മളോട് പറയും അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്താൽ മതി. നമ്മളുടെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കാനായിട്ടോ നമ്മളെ അറിയാനായിട്ടോ അവർ ശ്രമിക്കില്ല. ഞങ്ങളുടെ ഒരു റൂൾസ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്, പോളിസീസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കോ? എന്താണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ എന്താണ് നമ്മളുടെ കാര്യങ്ങൾ അവർ അറിഞ്ഞ് നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മളോട് ഇപ്പോ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അതിപ്പോ നമുക്കിപ്പോ സാലറിയുടെ പ്രോബ്ലം ആണെങ്കിൽ സാലറി കൂട്ടിത്തരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കമ്പനിയിലേക്ക് അവിടെ നിലനിൽക്കാനായിട്ട് അവർ നോക്കണം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് വെരി ഹാർഡായിട്ടുള്ള വർക്ക് തന്ന് ശമ്പളം കുറവാണെങ്കിലോ ആർക്കും അവിടെ നിന്ന് പോകാനായിട്ട് ഒരു താല്പര്യമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്ത് പോകാനായിരിക്കും ആളുകൾക്ക് ഇഷ്ടം. പക്ഷെ എന്താണ് ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ ട്രേഡ് യൂണിയൻസ് ഒക്കെ വഴി എന്താണ് എംപ്ലോയീസിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് ചർച്ചകൾ നടത്തി എംപ്ലോയീസിന് വേണ്ട കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്ത് മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അല്ലേ. ശമ്പളം കുറവാണെങ്കിൽ ശമ്പളം കൂട്ടിക്കൊടുത്തുകൊണ്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. ആ ചർച്ചകൾ നടത്തി ശമ്പളം കൂട്ടിക്കൊടുക്കാനായിട്ടുള്ള രീതിയിലേക്ക് അവരെത്തിക്കുന്നുണ്ട്. അപ്പോ ഏകപക്ഷീയമായിട്ട് ഗവൺമെന്റ് ആയിട്ടുള്ള തീരുമാനങ്ങളല്ല, രണ്ടുപേരും എംപ്ലോയീസ് ആയാലും എംപ്ലോയേഴ്സ് ആയാലും രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകാനായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ സാധ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് എംപ്ലോയേഴ്സ് നോക്കാട്ടോ. മൂന്നാമത്തെ പോയിന്റ് ആണ് എംപ്ലോയേഴ്സ്. Collective bargaining is important to employers in following ways. First one, it leads to higher level of output contributed by a motivated workforce which can freely communicate with the employer and can also bargaining with the employers for increased incentives. എന്താണ് അവിടെ പറയുന്നത്? തൊഴിലാളികൾക്ക് പ്രചോദനം ലഭിക്കുന്നതിനാൽ ഉൽപാദനം വർദ്ധിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ അവർക്ക് എല്ലാ കാര്യങ്ങളും നേടിക്കൊടുക്കുന്നതിലൂടെ അല്ലെ, ട്രേഡ് യൂണിയൻ വഴി എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നതിലൂടെ അവര് മോട്ടിവേറ്റഡ് ആവും, എന്ത് കാര്യം ചെയ്യാനായിട്ടും അവർ താല്പര്യം കാണിക്കും അല്ലെ. അപ്പൊ ഉൽപാദനം വർദ്ധിക്കാനായിട്ട് ഇത് സാധ്യമാണ്. ഒരു ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി എന്താണോ അവര് അവിടെ ബിസിനസ് നടത്തുന്നത്. ഇപ്പൊ സോപ്പ് നിർമ്മാണ കമ്പനി ആണെങ്കിൽ സോപ്പ് നല്ല രീതിയിൽ നിർമ്മിക്കാനായിട്ട് ഒരു ഉത്സാഹം ആർക്കുണ്ടാവും? എംപ്ലോയീസിനുണ്ടാവും. കാരണം എന്താണ് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ആണ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ ലഭിക്കുന്നത്. തൊഴിലാളികൾക്ക് മാനേജ്മെന്റുമായിട്ട് തുറന്ന് സംസാരിക്കാനും കൂടുതൽ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടാനും കഴിയും ഇല്ലേ. അവർ പേടിച്ച് മാറി നിൽക്കാതെ എന്തുണ്ടെങ്കിലും ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ ചർച്ചകൾ നടത്തി എംപ്ലോയേഴ്സ് അതായത് മാനേജ്മെന്റിനോട് പറഞ്ഞ് അത് നേടിയെടുക്കാൻ അവർക്കുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണോ അത് നേടിയെടുക്കാനായിട്ടും ആവശ്യപ്പെടാനായിട്ടും ഞങ്ങൾക്ക് ഇന്ന ആനുകൂല്യങ്ങൾ വേണം, ഇന്ന സാലറി പാക്കേജ് വേണം, ഇന്ന ഇത്തരത്തിലുള്ള ബോണസ്
ഇത്രയും ഞങ്ങൾക്ക് കൂട്ടിത്തരണം, അങ്ങനെ പറയാനായിട്ടുള്ളൊരു എന്താണ് ആവശ്യപ്പെടാനായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സാഹചര്യത്തിലോട്ട് എംപ്ലോയീസിനെ കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രചോദനം ലഭിക്കുന്നതിനാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് മാനേജ്മെന്റുമായിട്ട് തുറന്ന് സംസാരിക്കാനും കൂടുതൽ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടാനും അവരോട് എംപ്ലോയേഴ്സിനോട് ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടാനായിട്ടുള്ള റൈറ്റ് എന്തിലൂടെ കൊടുക്കുന്നുണ്ട്? കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് it is very difficult for employers to resolve very complaint of employees separately, hence thus method of finding solutions collectively by bargaining is adopted by the management. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഓരോ ജീവനക്കാരന്റെയും പരാതിയും പ്രത്യേകം പരിഹരിക്കുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ. എന്താ പറയാ, ഒരു ഓർഗനൈസേഷനിൽ 20 ജോലിക്കാരുണ്ട്, ഓക്കെ വിചാരിക്കാം. 20 പേർക്കും 20 കംപ്ലൈന്റ്സ് ഉണ്ടാവും അല്ലേ? കംപ്ലൈന്റ്സ് ഉണ്ടാവാറുണ്ട് അല്ലെ? നിന്റെ കംപ്ലൈന്റ് എന്താണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ കംപ്ലൈന്റ് എന്താണ്, നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരെയും പരിഹരിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ? നമുക്കായാലും മറ്റുള്ളവർക്കായാലും അത് ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ഞാനൊരു കമ്പനി നടത്തുന്നുണ്ട്, എന്റെ കീഴിൽ 20 ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഞാൻ എന്താണ് ഓരോരുത്തരുടെ കംപ്ലൈന്റ് നമ്മൾ ചോദിക്കാതെ എന്താണ് അത് വളരെ ബുദ്ധിമുട്ടാണ്. എന്റെ കംപ്ലൈന്റ് എന്താണ്, മറ്റൊരാളെ കംപ്ലൈന്റ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടും അത് ചോദിച്ച് അത് ഇതാക്കാനായിട്ടും പരിഹരിക്കാനായിട്ടും വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അതിനാൽ കൂട്ടായ ചർച്ചയിലൂടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരെയും വിളിച്ച് കൂട്ടി ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും അല്ലെ. അപ്പോ അതിനകത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ് ബുദ്ധിമുട്ട്, എന്താണെങ്കിലും പറഞ്ഞോളൂ അല്ലെ. അതിനാൽ കൂട്ടായ ചർച്ചയിലൂടെ ഒരുമിച്ച് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഓരോരുത്തരും എന്ത് ചെയ്യും? മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറയും, ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോ സാർ എന്ത് പറയും? ഇന്ന പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? ഇല്ല, ഓക്കെ ആണ്, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇതാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. എന്താണോ സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിനനുസരിച്ച് നമ്മൾ നോക്കി കണ്ടെത്തി ഒരു സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ഇനി എന്താ? കളക്റ്റീവ് ബാർഗൈനിങ് മേക്ക് ദ എംപ്ലോയീസ് ഫീൽ secured, which result in lesser attrition. Hence, the cost of labor turned over to management is reduced. അതായത് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ജീവനക്കാർക്ക് ജോലി സുരക്ഷിതമാണെന്ന വിശ്വാസം ലഭിക്കുന്നു ഇല്ലേ. നമ്മളിപ്പോ ഇങ്ങനെ കൂട്ടായ ചർച്ചയിലൂടെ ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ജോലിയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചർച്ചകൾ നടത്തി അതില് പരിഹാരം കണ്ടെത്താനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ജോലിക്കാർക്ക് ഒരു വിശ്വാസം ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട് ഇല്ലേ. എന്താണ് അതിന്റെ പരിഹാരം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തി തരുന്നതിനാൽ മാനേജ്മെന്റ് സൊല്യൂഷൻ അല്ലെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അവരൊരു പരിഹാരം നമുക്ക് കണ്ടെത്തി തരുന്നുണ്ട് അല്ലെ. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരു ഫീലിംഗ് വരും അല്ലെ നമുക്ക്. അപ്പൊ എന്താണ് ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാർക്ക് എന്താണ് എംപ്ലോയീസിന് ജോലി സുരക്ഷിതമാണെന്നൊരു വിശ്വാസം വരും. അപ്പോ ഇല്ലേ, നിങ്ങളായാലും ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഫേവറബിൾ ആയിട്ടുള്ള കമ്പനിയാണ് നമുക്ക് എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അതിനോടൊരു വിശ്വാസം വരും അല്ലെ. അതിനാൽ ജോലി വിടുന്നവരുടെ എണ്ണം കുറയും അല്ലെ. കൊഴിഞ്ഞു പോക്ക്, ടേൺ ഓവർ എന്ന് പറയുന്നത് എന്താണ്? അത് കുറയാനായിട്ട് അല്ലെ, റിഡ്യൂസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ചെലവ് കുറയാനായിട്ടും സാധ്യതയുണ്ട് അല്ലെ. ചെലവ് കുറയുക എന്ന് പറഞ്ഞാല് ഇപ്പൊ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ആ വാക്കൻസിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആളുകളെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അതിന് നമ്മൾ എന്താണ് കുറേ കോസ്റ്റ് ആകുന്നുണ്ട് അല്ലെ. റിക്രൂട്ടർക്ക് നമ്മൾ ശമ്പളം കൊടുക്കാം, അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ്
കുറെ കോസ്റ്റുകൾ, പരസ്യങ്ങൾ കൊടുക്കുക, അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള കോസ്റ്റ്, റിക്രൂട്ട് ചെയ്തെടുക്കാനായിട്ട് പല രീതിയിലുള്ള കോസ്റ്റ്, നമ്മളെ ഇന്റർവ്യൂസ് നടത്താനായിട്ട് അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള കോസ്റ്റുകളാകുന്നുണ്ട് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഓർമ്മയുണ്ടോ? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തില് എന്താണ് ചെലവ് കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ ലേബേഴ്സിന്റെ ടേൺ ഓവർ റേറ്റ് കുറയ്ക്കുകയും അതുവഴി കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എന്താ, ഇറ്റ് becomes easier to communicate within the organization and helps to connect the top level, that is management, and the bottom level, that is workers. അതായത് സ്ഥാപനത്തിനുള്ളിലെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എളുപ്പമാകുന്നുണ്ട്. മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിൽ നല്ലൊരു ബന്ധത്തില് നമ്മൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനാൽ നമ്മൾ പറഞ്ഞു എന്താണ്, തൊഴിലാളികൾക്ക് മാനേജ്മെന്റിനോട് എന്തും പറയാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം വരുന്നുണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടും കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ബെറ്റർ ആക്കാനായിട്ടും കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ക്യാൻ ബി പ്രിവെന്റഡ് ആൻഡ് സെറ്റിൽ ദ കളക്റ്റീവ് ബാർഗൈനിങ്. എന്താണ്, തർക്കങ്ങള് അല്ലെ. ഇപ്പോൾ ഡിസ്പ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ തർക്കങ്ങളാണ്. ഇപ്പൊ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തർക്കങ്ങൾ ഉണ്ടാവില്ല. കാരണം എന്താ, നല്ലൊരു രീതിയിലൊരു റിലേഷൻഷിപ്പിലൂടെയാണ് നമ്മൾ പോകുന്നത്. എംപ്ലോയേഴ്സ് ആയാലും എംപ്ലോയീസ് ആയാലും നല്ലൊരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ എന്താ, അവിടെ തല്ലുപിടുത്തങ്ങൾ ഉണ്ടാവോ അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാവോ? ഇല്ല അല്ലെ. ഡിസ്പ്യൂട്ട്സ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്ത്, കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ. ഓക്കെ, ഇതൊക്കെയാണ് എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, കഴിഞ്ഞോ? ക്ലിയർ ആണോ പോയിന്റ്സ്? നെക്സ്റ്റ്, പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്. ഓക്കെ, നമുക്ക് നോക്കാം. There are two kinds of environmental factors that influence the process. Firstly, the type of bargaining structure.
that is present between the union and the company. അതായത് എന്താണ്, രണ്ട് ടൈപ്സ് ഓഫ് ബാർഗൈനിങ് സ്ട്രക്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിഗിനിങ് സ്ട്രക്ചർ. അതിനകത്ത് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? There are four main types of structure. First one, a single company dealing with a single union. Second one, various companies dealing with a single union. Third one, various union dealing with a single company. Fourth one, various companies and unions dealing with each other. അതായത് ഒരു കമ്പനി എന്താണ്, ഒരു തൊഴിലാളി യൂണിയൻ. ഓക്കെ, അപ്പൊ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി യൂണിയൻ ആണ്. സിംഗിൾ കമ്പനി ഡീലിംഗ് വിത്ത് സിംഗിൾ യൂണിയൻ. അതുപോലെ തന്നെ നിരവധി കമ്പനികൾ അല്ലെ, വാരിയസ് കമ്പനി ഡീലിംഗ് വിത്ത് സിംഗിൾ യൂണിയൻ, ഒരു തൊഴിലാളി യൂണിയൻ ഉണ്ടാവും. അതുപോലെ വാരിയസ് യൂണിയൻസ് അല്ലെ, ഒരു കമ്പനിയിൽ തന്നെ വാരിയസ് നിരവധി ആയിട്ടുള്ള തൊഴിലാളി യൂണിയനുകള്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, നിരവധി കമ്പനികളും നിരവധി തൊഴിലാളി യൂണിയനുകളും തമ്മിലുള്ള ചർച്ചകൾ. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ പറയുന്നത് ഒരു കമ്പനിയും ഉണ്ടാവും, ഒരു തൊഴിലാളി യൂണിയനും ഉണ്ടാവും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നിരവധി കമ്പനികൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു തൊഴിലാളി യൂണിയൻ ഉണ്ടാവും. ഇനി നിരവധി കമ്പനികളും അതുപോലെ തന്നെ ഒരു കമ്പനിയും അതുപോലെ തന്നെ നിരവധി തൊഴിലാളി യൂണിയനുകൾ ഉണ്ടാവും. ഫോർത്ത് വൺ എന്ന് പറയുന്നത് കുറേ കമ്പനികൾ അല്ലെ, നിരവധി കമ്പനികളും അതുപോലെ തന്നെ നിരവധി തൊഴിലാളി യൂണിയൻസ്. ഇതാണ് ഫോർ ടൈപ്സ്, മെയിൻ ടൈപ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നും കൂടി നോക്കാം. ഓരോ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഇതാണ്, ഒരു ഡയഗ്രാം പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്. അവിടെ എന്താണ്, പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ. എന്താണ്, ചർച്ചകൾക്ക് തയ്യാറാവാം അല്ലെ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഇനി എന്താ, ബാർഗൈനിങ് ഇഷ്യൂസ്. എന്താണ്, ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അല്ലെ. എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത് നിശ്ചയിക്കുക. നെഗോഷിയേറ്റിംഗ്. അടുത്തത് എന്താ, നെഗോഷിയേറ്റിംഗ്. എന്താണ്, രണ്ട് പക്ഷവും ചർച്ച നടത്തുന്നു അല്ലെ, എംപ്ലോയീസും അതുപോലെ തന്നെ എന്താണ്, എന്താണ്, 1 minute കേട്ടോ. ഓക്കെ, നെഗോഷിയേറ്റിംഗ് എന്ന് പറഞ്ഞാല് രണ്ട് പക്ഷവും തമ്മിൽ ചർച്ച നടത്തുന്നു. നെക്സ്റ്റ് എന്താണ്, നെഗോഷിയേഷൻ ബ്രേക്ക് ഡൗൺസ്. അതായത് എങ്ങനെയാണ് ചർച്ചകള് തടസ്സപ്പെടുക അല്ലെ. ചർച്ചകള് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ച തടസ്സപ്പെടുന്നു അല്ലെ. ആ പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുന്നു. ഓക്കെ, ഇനി റീച്ചിങ് ദ എഗ്രിമെന്റ്. അതായത് എന്താണ്, ധാരണയിലെത്താം. അതുപോലെ തന്നെ റെക്ടിഫൈ ദ എഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ട്. ധാരണയ്ക്ക് ഔദ്യോഗികമായിട്ട് അംഗീകാരം നൽകുക. ഒരു ധാരണയിൽ നമ്മൾ ചർച്ചകൾ നടത്തി ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഔദ്യോഗികമായിട്ട് ഒരു അംഗീകാരം കൊടുക്കും അല്ലെ. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ എഗ്രിമെന്റ്. അതായത് എന്താണ്, ധാരണ നടപ്പിലാക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഡയഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. ഓക്കെ, ഓക്കെ, ആ ഡയഗ്രാം ഒന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ എന്താണ്, പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ ആണ്. നമ്മൾ ചർച്ചകള് തയ്യാറാകുന്നു. അതിനുശേഷം പറയുന്നത് ബാർഗൈനിങ് ഇഷ്യൂസ്, ചർച്ചകൾ ചെയ്യേണ്ട വിഷയങ്ങള് നിശ്ചയിക്കുക. നെഗോഷിയേറ്റിംഗ് എന്ന് പറഞ്ഞാല് ഇരുപക്ഷവും ചേർന്ന് ചർച്ചകൾ നടത്തുന്നു. നെഗോഷിയേഷൻ ബ്രേക്ക് ഡൗൺ, ചർച്ച തടസ്സപ്പെട്ടാല് പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇനി റീച്ചിങ് ദ എഗ്രിമെന്റ്, ധാരണയിൽ എത്തുക. റെക്ടിഫൈയിങ് എഗ്രിമെന്റ്, ധാരണ ഔദ്യോഗികമായിട്ട് അംഗീകാരം നൽകുന്നു. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരണ നടപ്പിലാക്കുക. ഓക്കെ, ഡയഗ്രാം നോക്കിയിട്ട് ജസ്റ്റ് വിട്ടാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് പറയാം.
ഓക്കെ, നോക്കിക്കഴിഞ്ഞോ? Next, the second environment factor is the type of union management relationship. The relationship may be marked by a feeling of non-cooperation. Collective bargaining is only possible under cooperative style of functioning. A non-cooperative approach hinders the process. ഇത് പറയുന്നത് എന്താണ്? യൂണിയൻ. അപ്പൊ സെക്കൻഡ് എൻവയോൺമെന്റൽ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻഷിപ്പ് ആണ്. യൂണിയനും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെയും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് അവിടെ പറയുന്നത് സെക്കൻഡ് എൻവയോൺമെന്റൽ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോ അവിടെ എന്താണ്? രണ്ടുപേരും സഹകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് കളക്റ്റീവ് ബാർഗെയിനിങ് വിജയിക്കുള്ളൂ, അല്ലെ? ഒരു ഓർഗനൈസേഷനില് എംപ്ലോയറും ഉണ്ട്, എംപ്ലോയീസും ഉണ്ട്, അല്ലെ? രണ്ടുപേരും തമ്മിൽ കോർപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് കളക്റ്റീവ് ബാർഗെയിനിങ് വിജയകരമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ, അല്ലെ? സഹകരണമില്ലെങ്കിൽ നോൺ കോർപ്പറേറ്റീവ് അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ ചർച്ച വിജയകരമായിരിക്കില്ല. എപ്പോഴും തടസ്സങ്ങളായാലും കോൺഫ്ലിക്റ്റും കാര്യങ്ങളിലൂടെ ആ ചർച്ച തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അത് വിജയകരമായിട്ട് നിലനിൽക്കാനായിട്ട് അല്ലെങ്കിൽ വിജയകരമായിട്ട് പോകാനായിട്ട് ചാൻസ് ഇല്ല. അതാണ് അവിടെ പറയുന്നത്. രണ്ടുപേരും തമ്മിൽ ഒരു കോർപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് അല്ലെങ്കിൽ ആ ചർച്ച നല്ല വിജയകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. A complete process of a collective bargaining is explained below. ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചർച്ചയാണ് കേട്ടോ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചർച്ച. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Preparing for negotiation. It is essential for the employers and employees to prepare in advance for the negotiation, since a variety of topics and complex issues and discussed during the process. Presenting a methodical and accurate case to both sides can be termed as effective bargaining. From the management side, the negotiators are required to. ഇവിടെ പറയുന്നത് നമ്മള് പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ ആണ്, അല്ലെ? ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നത്. ചർച്ചയ്ക്ക് മുൻപ് എംപ്ലോയീസ് ആയാലും എംപ്ലോയേഴ്സ് ആയാലും നല്ല തയ്യാറെടുപ്പ് നടത്തേണ്ടത് അത്യാവശ്യമാണ്, അല്ലെ? നമ്മളൊരു കാര്യം ഇപ്പൊ എംപ്ലോയേഴ്സിന്റെ മുൻപിൽ നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് പറയാ, തോന്നിയ പോലെ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? കറക്റ്റ് കാര്യം എന്ന നിലയിൽ നമ്മൾ പറയണം. ചിലവർ പറയുമ്പോ എന്താണ്, ഈ വാലും തുമ്പൊന്നും ഉണ്ടാവില്ല, അല്ലെ? ചിലപ്പോ ചിലവർക്ക് മനസ്സിലാവില്ല എന്താണ് ഇയാൾ പറയുന്നത് എന്നുള്ളത്, അല്ലെ? അപ്പൊ നമ്മൾ പറയുമ്പോ മാനേജ്മെന്റിനോട് നമ്മുടെ കാര്യങ്ങൾ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് കൃത്യതയോട് കൂടിയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. അതിന് മാനേജ്മെന്റ് എന്താണ്, ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു, അതിന് മാനേജ്മെന്റ് ചെയ്യേണ്ട നെഗോഷിയേറ്റ്സ്, അല്ലെ? മാനേജ്മെന്റ് സൈഡ് നെഗോഷിയേറ്റ്സ് ആർ റിക്വയർഡ്. മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. First one, make definite proposals in response to change in the contract language. എന്താണ് കരാറില് ഇപ്പോ എന്താ പറയുന്നത്, അത് നമ്മള് ഇപ്പോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഇപ്പോ എന്താ കരാറുമായിട്ട് നമ്മള് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ വെക്കാതെ, അല്ലേ? എംപ്ലോയീസ് അതുപോലെ തന്നെ നെഗോഷിയേഷൻസ് എന്ന് പറഞ്ഞാൽ ചർച്ചകളാണ്, അതിന്റെ കരാറാണ്. ഈ കരാറില് നമ്മള് മാറ്റങ്ങള് വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളായിരിക്കണം നമ്മൾ തയ്യാറെടുക്കേണ്ടത്. കരാറില് എന്തെങ്കിലും മാറ്റങ്ങൾ ഇപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പറയണം.
അതുപോലെ തന്നെ പറയുന്നത് എസ്റ്റാബ്ലിഷ് ദ what range of the monetary package to the proposed by the company. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ഈ ശമ്പളം, അതുപോലെ തന്നെ അവർക്ക് ഈ മോണിറ്ററി പാക്കേജ് എന്നൊക്കെ പറയുമ്പോൾ ശമ്പളമാകാം, അതുപോലെ തന്നെ സാലറി പാക്കേജ്, ആനുകൂല്യങ്ങള്, ഇതൊക്കെ പല ആനുകൂല്യങ്ങളും എംപ്ലോയീസിന് കിട്ടുന്നുണ്ട് ഓർഗനൈസേഷനിൽ. അപ്പൊ ആ ശമ്പളവും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും സംബന്ധിച്ച പദ്ധതികള് തയ്യാറാക്കുക. പിന്നെ എന്താണ്, provide supportive data and statistical tool during the negotiation purposes. ആവശ്യമായിട്ടുള്ള ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കണക്കുകൾ, സ്ഥിതി വിവര കണക്കുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ആവശ്യമായ പല വിവരങ്ങളും, ഇതൊക്കെ ഡാറ്റാസ് ആയാലും കണക്കുകളായാലും ഇതൊക്കെ ശേഖരിക്കുക. കൃത്യമായിട്ട് നമുക്ക് അവർ ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മളുടെ കയ്യിൽ എവിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അല്ലെ. സാലറി എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്, മെയിൻറ്റെയിൻ ദ ബാർഗൈനിങ് ബുക്ക് to aid company negotiations consisting of collected information on issues for discussion, a analysis of the effect of each case, usage in other companies and other facts. അതായത് എന്താണ് ഇവിടെ പറയുന്നത്, ചർച്ചയ്ക്ക് വേണ്ട എല്ലാ വിവരങ്ങളും, ഫാക്ട്സുകൾ അല്ലെ, എല്ലാ വിവരങ്ങളും നമ്മൾ രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതാണ്. ചർച്ചയ്ക്ക് ഏതൊക്കെ വിവരങ്ങൾ ആവശ്യമാണോ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റിന്റെ കയ്യിൽ അതിനുള്ള പ്രൂഫോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസോ ഒന്നും ഡാറ്റാസോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയാ പറഞ്ഞു കൊടുക്കാനില്ലാത്തൊരവസ്ഥ അല്ലെ. അപ്പൊ കറക്റ്റ് ഡാറ്റാസ്, ഇൻഫർമേഷൻസ്, കാര്യങ്ങള് എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തി വെച്ച് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. എംപ്ലോയീസ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം കൊടുക്കാനായിട്ടുള്ള ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട് കണക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സാലറി പാക്കേജ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കുറവ് കിട്ടിയത്, അപ്പൊ എന്താണ് അത് കണക്ക് കാര്യങ്ങൾ ഇത്രയും നിങ്ങൾ ജോലി ചെയ്തിട്ടുള്ളൂ, ഇന്ന ദിവസങ്ങളിൽ വന്നിട്ടുള്ളൂ, ലീവ് പോയിട്ടുണ്ട്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇത്ര ലീവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മാസം ശമ്പളത്തിൽ കട്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് അതിന്റെ സ്ഥിതി വിവരങ്ങൾ നമ്മൾ അവരെ കാണിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം അല്ലെ. അപ്പൊ അതിനുള്ള ഡാറ്റാസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താ, ഫ്രം ദ എംപ്ലോയീസ് സൈഡ് the following information should be collected by the union. എംപ്ലോയീസ് അല്ലെങ്കിൽ യൂണിയൻസ് ശേഖരിക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ശേഖരിക്കേണ്ടത്, എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ യൂണിയൻസിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശേഖരിച്ചു വെക്കേണ്ടത്. ഫസ്റ്റ് വൺ, the financial condition of the company, that is the status of the asset and the liabilities and its capacity to pay. ഇനി എന്താണ്, കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ പറയും കമ്പനി നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് സാലറി ഇത്രയും കൂട്ടിത്തരണം എന്ന് പറയുന്നത് ഉചിതമാണോ ഇല്ലയോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമ്പനി എന്താണ് കുറച്ച് നാളുകളായിട്ട് ഒരു ലോസിലാണ് അല്ലെങ്കിൽ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ഈ പറയുന്നത് ശരിക്കും ഉചിതമാണോ ഇല്ലയോ, നമുക്ക് സാലറി ഇന്ന ദിവസം കൂട്ടിത്തരാം അല്ലെങ്കിൽ ഇന്ന മന്ത് തൊട്ട് നമുക്ക് കൂട്ടിത്തരാം അല്ലെ. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു നന്ദികേടായിട്ടാണ് പറയുന്നത് അല്ലെ. ഇല്ലേ, നമുക്കറിയാം കമ്പനി എന്ന് പറയുന്നത് നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ നല്ല പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം അതിന്റെ ഇപ്പോ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും അല്ലെ. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോ ഇപ്പോ നഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് പറയാതിരിക്കുക അല്ലെ. അപ്പൊ ലയബിലിറ്റീസ് എത്രയുണ്ട്, സ്ഥിതി എങ്ങനെയാണ് ഇപ്പോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്, യൂണിയൻ ആയാലും എംപ്ലോയീസ് ആയാലും കേട്ടോ. പിന്നെന്താ, the stand taken by the management on various problems is indicated or indirectly concluded from negotiations in similar companies. അതായത് എന്താണ്, സമാന സ്ഥാപനങ്ങളില് മാനേജ്മെന്റ് സ്ഥിരീകരിച്ച അല്ലെങ്കിൽ സ്വീകരിച്ച നിലപാടുകൾ അറിയണം. അപ്പൊ
സമാന സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് സ്വീകരിച്ച നിലപാടുകൾ എന്താണോ കുറെ കാര്യങ്ങൾ അവര് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും നിലപാടുകൾ ഇന്ന നിലപാടുകളാണ് മാനേജ്മെന്റിന് ഉള്ളത് എന്നുള്ളതല്ലേ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാനേജ്മെന്റിന്റെ നിലപാടുകൾ എന്തൊക്കെയാണ്? ഓക്കെ, ഓരോ കാര്യങ്ങൾക്കും മാനേജ്മെന്റിന് ഇന്ന നിലപാടുകൾ ഉണ്ടാവും. ആ നിലപാടുകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ടാണ് നമുക്ക് പിന്നീട് പ്രവർത്തിക്കാനായിട്ടോ അല്ലെങ്കിൽ ചർച്ചകൾ നടത്താനായിട്ടോ സാധിക്കുന്നത്. നമുക്ക് തോന്നിയ പോലെ ഒന്നും ചോദിച്ച് ഇതാക്കാനായിട്ട് പറ്റില്ല. മാനേജ്മെന്റിന്റെ നിലപാട് എന്താണ്, ഇന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാനേജ്മെന്റിന്റെ നിലപാടുകൾ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. The requirement of the employees and their views towards it. അതായത് എന്താണ്, ജീവനക്കാരുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ശേഖരിക്കുക. ഓക്കെ, ജീവനക്കാര് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെ, എംപ്ലോയീസ്, അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് ശേഖരിക്കണം. അല്ലാതെ നമുക്ക് മാനേജ്മെന്റിന് തോന്നിയ പോലെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. നമ്മളുടെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെയും കൂടി തീരുമാനങ്ങൾ അറിഞ്ഞ് അവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ എംപ്ലോയീസിന്റെ നിലപാട് എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ശേഖരിക്കണം. Last point, the negotiators have to be chosen from both sides and select an appropriate site for negotiation. ചർച്ചയ്ക്കുള്ള പ്രതിനിധികളെയും സ്ഥലവും തെരഞ്ഞെടുക്കുക അല്ലെ. ചർച്ചയ്ക്ക് ഇപ്പോ നമ്മൾ പറഞ്ഞു എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്ന് ട്രേഡ് യൂണിയൻ വഴിയാണ് അവർ ചർച്ചകൾ നടത്തുന്നത്. അപ്പൊ ട്രേഡ് യൂണിയൻസിലെ ഏതൊക്കെയാണ് ചർച്ചകൾക്ക് വരുന്ന മെമ്പേഴ്സ്, നേതാക്കളായിരിക്കാം, അല്ലെങ്കിൽ എംപ്ലോയീസിൽ നിന്ന് ആരൊക്കെയായിരിക്കാം ചർച്ചകൾക്ക് വരുന്നത്, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ എന്താണ്, ഈ ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു പേസ് ആവശ്യമാണ്. നമുക്ക് വഴിയരികിലൊക്കെ നിന്നിട്ട് നമുക്ക് നടത്താൻ പറ്റുമോ ചർച്ച? ഇല്ല. അതായത് കറക്റ്റ് ആയിട്ടുള്ള പേസും സൗകര്യവും നോക്കിയിട്ട് അത്തരത്തിലുള്ള പ്ലേസുകൾ വേണം നമ്മൾ. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള ഒരു സൈറ്റ് അല്ലെങ്കിൽ സ്ഥലം ആവശ്യമാണ് ചർച്ചകൾ നടത്താനായിട്ട്. അപ്പൊ ആരൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ഉചിതമായിട്ടുള്ള ഒരു സ്ഥലവും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് എന്താണ് ആ പോയിന്റ്സിൽ പറഞ്ഞത് കേട്ടോ. 4 കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും വരെ നമുക്ക് എടുത്ത് നിർത്താം, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. കുറച്ചും കൂടി ഉള്ളൂ, ഒരു പേജൊക്കെ ഉണ്ടാവുള്ളൂ ഇനി എടുക്കാനോ. വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഇത്രയും വരെ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.